ഹലോ ഫ്രണ്ട്സ്, ടെക് കോർണറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നേക്കുന്നത് ഒരു DIY വീഡിയോ ആയിട്ട് തന്നെയാണ് വന്നേക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വേറെ കുറേ പരീക്ഷണങ്ങളിലാണ് ഞങ്ങളിപ്പോൾ, പക്ഷേ അതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ കുറച്ച് നാളെ ചെയ്യാൻ വെച്ചിരുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ കിട്ടിയ ചാൻസ് വെച്ച് നമുക്ക് എന്താ പറയുക, പ്രൊഡക്ട്സിൻ്റെ അവൈലബിലിറ്റി പുറത്ത് പോയി വാങ്ങാൻ പറ്റാത്ത അവസ്ഥയൊക്കെയാണല്ലോ. അപ്പോൾ അതൊക്കെ വെച്ച് ഞങ്ങളൊരു വീഡിയോ ചെയ്യണതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളിപ്പോൾ ഓൾറെഡി വീഡിയോയുടെ തംബ്നെയിലും വീഡിയോയുടെ ടൈറ്റിലും കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിക്കണം ഞങ്ങൾ എന്താ ചെയ്യാൻ പോകണമെന്ന്. അപ്പോൾ ഒന്ന് പറഞ്ഞുതരാം. അതായത് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്, നമ്മുടെ വീടുകളിലോ നമുക്ക് എവിടെയെങ്കിലും ഈ കേടായ ലാപ്ടോപ്പുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ മോണിറ്റർ കേടായിട്ടില്ലെങ്കിൽ ആ മോണിറ്റർ എടുത്തിട്ട് നമുക്ക് എക്സ്റ്റേണലി വേറൊരു സെപ്പറേറ്റ് മോണിറ്റർ എന്ത് കാണാനോ, സിനിമ കാണാനോ ഫോൺ കണക്ട് ചെയ്യാനോ എന്തെങ്കിലും ആവശ്യം, ഇപ്പോൾ ഫോട്ടോഗ്രാഫി ഫീൽഡിലാണെങ്കിൽ അല്ലെങ്കിൽ വീഡിയോഗ്രാഫി ഫീൽഡിലാണെങ്കിൽ അവർക്ക് അവരുടെ എടുക്കുന്ന കാര്യങ്ങൾ മോണിറ്റർ ചെയ്യാൻ അങ്ങനെ ഒരു രീതിയിലായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു വീഡിയോ ആണ് നമ്മളിത് ചെയ്യുന്നത്. എങ്ങനെ കൺവേർട്ട് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒന്നുകൂടി പറയാം, അതായത് നമ്മുടെ വീടുകളിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മുടെ കേടായ ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ, മോണിറ്റർ കേടായിട്ടില്ലെങ്കിൽ ആ മോണിറ്റർ എടുത്തിട്ട് വേറൊരു സർക്യൂട്ട് വെച്ച് നമുക്ക് എങ്ങനെ ഒരു എക്സ്റ്റേണൽ മോണിറ്റർ ഉണ്ടാക്കാനാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ എന്താ പറയുക ഈ ബിൽഡിൻ്റെ ബ്രെയിൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മെയിൻ ആളെന്ന് പറയുന്നത്. ഈ സർക്യൂട്ടാണ് നമ്മുടെ ഈ മോണിറ്ററിനെ ഡ്രൈവ് ചെയ്യാൻ പോകുന്നത്. കാരണം നമ്മുടെ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഈ മോണിറ്ററിന് നമ്മുടെ ലാപ്ടോപ്പിലേക്ക് കണക്ട് ചെയ്ത് വെച്ചേക്കണം. അപ്പോൾ ലാപ്ടോപ്പിൻ്റെ അകത്ത് ഇൻബിൽറ്റ് ആയിട്ടുള്ള ബോർഡ് വെച്ചാണ് നമ്മുടെ ഈ ഡിസ്പ്ലേ ഓൺ ആവണതും ഡിസ്പ്ലേയിൽ എല്ലാ കാര്യങ്ങളും വന്നതും. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ലാപ്ടോപ്പിൽ നിന്ന് ദൂരി കഴിഞ്ഞാൽ ഇതിന് വേറെ കണക്ട് ചെയ്യാനൊന്നുമില്ല. സോ അതിന് വേണ്ടി അതിന് ഡ്രൈവ് ചെയ്യാനുള്ള ഒരു ഡ്രൈവർ ബോർഡാണ് നമ്മൾ ഈ കാണുന്നത്. നമ്മൾ ചീപ്പ് ചൈനയിൽ നിന്ന് നമുക്ക് വരുത്താൻ, അതായത് ആലി എക്സ്പ്രസ്സിൽ നിന്നാണ് ഞങ്ങളിത് വാങ്ങിയത്. ഈ സർക്യൂട്ട് വെച്ചാണ് നമ്മൾ നമ്മുടെ മോണിറ്ററിൽ കണക്ട് ചെയ്ത് നമ്മൾ ഡ്രൈവ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത്, ഈ സർക്യൂട്ട് വെച്ച് നമുക്ക് എല്ലാ മോണിറ്ററുകളും, അല്ല എല്ലാ ലാപ്ടോപ്പിൻ്റെ മോണിറ്ററും നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല. കാരണം ഓരോ മോണിറ്ററുകളും ഓരോ മോഡലുകളാണ്. ഇപ്പോൾ എൻ്റെ ഇത് തന്നെ പഴയ ഏസറിൻ്റെ ലാപ്ടോപ്പായിരുന്നു, പക്ഷേ ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ LGയുടെ ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഓരോ പാനലിനും അതിൻ്റേതായ മോഡൽ നമ്പറുകളുണ്ട്. ഓരോ കമ്പനി, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ലാപ്ടോപ്പ് എന്ന് പറയുന്നത് ഏസറിൻ്റെ ലാപ്ടോപ്പായിരുന്നു, പക്ഷേ അതിൻ്റെ അകത്ത് ഇരിക്കുന്ന പാനൽ എന്ന് പറയുന്നത്, ഡിസ്പ്ലേ പാനൽ എന്ന് പറയുന്നത് എന്താണ്, LGയുടെ ആണ്. അപ്പോൾ അതിൻ്റേതായ ഡിഫറൻറ്റ് മോഡൽ നമ്പറുകളുണ്ട് ഓരോന്നിനും. സോ ഓരോ മോഡൽ നമ്പറിനനുസരിച്ച് ഇപ്പോൾ ഇത്ര മോഡൽ നമ്പറുകൾ വരെയുള്ള മോണിറ്റർ അല്ലെങ്കിൽ പാനലുകളെ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന സർക്യൂട്ടുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കണേ, നിങ്ങൾക്കിപ്പോൾ ഒരു മോണിറ്റർ ഉണ്ട് അതങ്ങനെ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ അതെങ്ങനെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം, അതിന് പറ്റിയ സർക്യൂട്ട് എന്നുള്ളത് ഞങ്ങൾ കാണിച്ചു തരാൻ കഴിയും. അപ്പോൾ ഇനി പറയാനുള്ളത്, ഇതിന് ഓണാക്കാനുള്ള നമുക്ക് പവർ സപ്ലൈനെ കുറിച്ചാണ്. അതായത് നമുക്ക് പവർ സപ്ലൈക്ക് ഇവിടെ വന്നതെന്ന് വെച്ചാൽ നോർമൽ 12 വോൾട്ട് 3 ആംപിയറിൻ്റെ അഡാപ്റ്ററാണ്. നമ്മുടെ നോർമൽ 12 വോൾട്ടിൽ ഇപ്പോൾ നമ്മുടെ LED സ്ട്രിപ്പൊക്കെ നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് എന്താ പറയുക 12 വോൾട്ട് 2 ആംപിയറിൻ്റെ ആയിരിക്കും. പക്ഷേ ഈ ബോർഡ് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ മിനിമം 3 ആംപിയർ എങ്കിലും റേറ്റിംഗ് ഉള്ള അഡാപ്റ്റർ ആയിരിക്കണം. 12 വോൾട്ട് ആയിക്കോട്ടെ, 3 ആംപിയർ അല്ലെങ്കിൽ 5 ആംപിയർ വരെ പോകണ്ട, 3 ആംപിയർ റേറ്റിംഗ് ഉള്ള ഒരു അഡാപ്റ്റർ വേണം അത് വർക്ക് ചെയ്യണമെങ്കിൽ. 2 ആംപിയർ വെച്ചൊന്നും എടുക്കും, ഇത് ഓൺ ആവും പിന്നെ ഓഫ് ആവും, ഓൺ ആവും ഓഫ്, അങ്ങനെ ഒരു ഇതായിക്കൊണ്ടിരിക്കും. കറക്റ്റ് ആംപിയർ റേറ്റിംഗ് അതിന് കിട്ടില്ല. അപ്പോൾ 3 ആംപിയർ ഉള്ള റേറ്റിംഗ് ഉള്ള ഒരു അഡാപ്റ്റർ തന്നെ വേണം. പിന്നെ നമുക്ക് വേണമെങ്കിൽ ശരിക്കും പറഞ്ഞത് ലാപ്ടോപ്പിൻ്റെ കൂടെയൊക്കെ ഉപയോഗിക്കണവരാണെങ്കിൽ ലാപ്ടോപ്പിലേക്ക് പവർ വന്ന അഡാപ്റ്ററിൽ നിന്ന് കൺവേർട്ട് ചെയ്തെടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. പക്ഷേ കുറച്ച് കോംപ്ലിക്കേഷൻ ആണ്. ലാപ്ടോപ്പിന് തന്നെ സപ്ലൈ ചെയ്ത് അങ്ങനെ കോൺസെൻട്രേറ്റ് നിന്നോട്ടെ, നമ്മൾ അത്രയും കോംപ്ലിക്കേഷനിൽ പോകണുള്ള ഇതിപ്പോൾ 3 ആംപിയർ ആയതുകൊണ്ട് കുറച്ച് റേറ്റ് കൂടുതൽ, 200-250 രൂപയ്ക്കൊക്കെ മാർക്കറ്റിൽ സാധനം കിട്ടുന്നത്. അപ്പോൾ ഇത് വെച്ച് തന്നെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടാണ് ഡ്രൈവ് ചെയ്യണം നല്ലത്. എപ്പോഴും ലാപ്ടോപ്പിലേക്കുള്ള പവർ സപ്ലൈനെ നമ്മൾ വെറുതെ പ്രശ്നമാക്കണ്ട. സോ 3 ആംപിയറിൻ്റെ 12 വോൾട്ടിൻ്റെ അഡാപ്റ്റർ വെച്ചാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് ഒരെണ്ണം വേണം. അപ്പോൾ നമുക്ക് നമ്മുടെ മോണിറ്ററിനനുസരിച്ചുള്ള സർക്യൂട്ട് ബോർഡ് അല്ലെങ്കിൽ ഡ്രൈവർ ബോർഡ് എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിന് ആദ്യമായിട്ട് നമ്മൾ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മോണിറ്റർ ഊരിയെടുത്ത് കഴിഞ്ഞിട്ട്, അതായത് നമ്മുടെ ലാപ്ടോപ്പിൽ നിന്ന് നമ്മുടെ മോണിറ്റർ തിരിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വെച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ പുറകിൽ ഇതിൻ്റെ കമ്പനി തന്നെ ഒട്ടിച്ചേർന്ന ഒരു ഇതുണ്ട്. അതിൽ കുറച്ച് ബാർകോഡും കാര്യങ്ങളുണ്ട്. അതിൻ്റെ മുകളിൽ കണ്ടോ ഒരു നമ്പർ ഉണ്ടോ, ഒരു ബോർഡിലിട്ട് LP156WH4TL-A1 എന്ന സാധനം. അതാണ് ഈ ലാപ്ടോപ്പിൻ്റെ അല്ലെങ്കിൽ ഈ എന്താ പറയുക പാനലിൻ്റെ മോഡൽ നമ്പർ എന്ന് പറയുന്നത്. ഈ മോഡൽ നമ്പർ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഈ മോഡൽ നമ്പറിന് ഡ്രൈവ് ചെയ്യാൻ പറ്റിയ ബോർഡുകൾ നമുക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമുക്കത് എങ്ങനെ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻഡിവിജ്വലായിട്ട് ഓരോരുത്തരുടെ മോണിറ്ററിനും അല്ലെങ്കിൽ ഓരോരുത്തരുടെ പാനലിൽ എന്ന് പറയുന്നത് ഓരോ മോഡൽ നമ്പർ ആയിരിക്കും. ഇത് ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. നോർമലി ഗൂഗിൾ തന്നെ നമുക്ക് സജസ്റ്റ് ചെയ്ത് തരും, ആ ഒരു ഡ്രൈവർ ബോർഡ് ഓട്ടോമാറ്റിക്കലി നമുക്ക് കാണിച്ചു തരും. അല്ലെങ്കിൽ ഡ്രൈവർ ബോർഡിൽ നിന്ന് കൂടെ അതിന് ചേർത്ത് അടിച്ചാൽ മതി. മോഡൽ നമ്പറിൻ്റെ കൂടെ നമുക്ക് പറ്റിയ മോഡൽ നമ്പറുകൾ കിട്ടുകയും ചെയ്യും. അത് ചെക്ക് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള വാങ്ങിയാൽ മതി നിങ്ങൾ. അപ്പോൾ നമുക്ക് എങ്ങനെ അത് ചെയ്യണേ നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ മോഡൽ നമ്പർ അടിച്ച് നോക്കാം. മോഡൽ നമ്പർ എന്ന് പറയുന്നത് അപ്പോൾ LP156WH4. ഇപ്പോൾ WH4 എന്ന് അടിച്ചപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി മോണിറ്റർ ഇതേ കൺട്രോളർ ബോർഡ് എന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കൺട്രോളർ ബോർഡ് പല മോഡലുണ്ട്. LP156WH4 പല മോഡലുണ്ട്. അതായത് TL-A1 ഉണ്ട്, TL-N1 ഉണ്ട്, TL-N2 ഉണ്ട്. നമ്മുടെ മോഡൽ എന്ന് പറയുന്നത് TL-A1 ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മോണിറ്റർ വന്നു. അപ്പോൾ സ്ക്രീനിൽ തന്നെ നമുക്ക് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇത് മോണിറ്റർ അല്ലെങ്കിൽ പാനൽ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങാൻ വേണ്ടിയുള്ള ഇതാണ് നമ്മളിവിടെ കാണിക്കുന്നത് മോണിറ്ററിൽ. പക്ഷേ നമ്മൾ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ കണ്ടോ കൺട്രോളർ ബോർഡ് കണ്ടോ, അതായത് കണ്ടോ 1366x768, അതാണ് എൻ്റെ പാനലിൻ്റെ റെസൊല്യൂഷൻ. 15.6 ഇഞ്ചിൻ്റെ LP156WH4TL-A1 LED സ്ക്രീനിൻ്റെ കൺട്രോളർ ബോർഡ് കണ്ടോ. ഇങ്ങനെ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഗൂഗിൾ റെക്കമെൻഡ് ചെയ്ത് തരും. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ഡ്രൈവർ ബോർഡിൽ നിന്ന് ഡ്രൈവർ ബോർഡ് അവൈലബിൾ ആണ്.
അപ്പോൾ നമ്മൾ നോക്കാം, ഇതൊക്കെ ആ സാധനമല്ല, നമ്മുടെ മോഡൽ നമ്പർ നോക്കിയിട്ട് വാങ്ങാം. അപ്പോൾ ജസ്റ്റ് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ കണ്ടോ, ഇവിടെ ഞങ്ങൾ വാങ്ങിയത് AliExpress നിന്നാണ്, അതായത് .in വെബ്സൈറ്റിൽ നിന്ന്, ഇന്ത്യൻ വെബ്സൈറ്റുകളിൽ നിന്നല്ല വാങ്ങിയത്, AliExpress.com ഒരു ചൈനീസ് വെബ്സൈറ്റിൽ നിന്ന് നമ്മൾ വാങ്ങിയത്. കണ്ടോ ഇവിടെ ഡയറക്റ്റ് കിടപ്പുണ്ട്, LCD കൺട്രോളർ ബോർഡ് LP156WH4, അതിൻ്റെ എല്ലാം ഉണ്ട്, A1 ഉണ്ട്, A2 ഉണ്ട്, എല്ലാം കിടപ്പുണ്ട്. സോ നമ്മളത് ഓപ്പൺ ചെയ്യാം. കേട്ടോ നമ്മുടെ മോഡൽ നമ്പർ ഉണ്ടോ, മോഡൽ നമ്പർ അനുസരിച്ചുള്ള ആ ബോർഡ് തന്നെയാണ്, നമ്മുടെ കയ്യിലിരിക്കുന്ന ബോർഡുകൾ തന്നെയാണ് കാണിച്ചേക്കുന്നത്. ചില ബോർഡിൻ്റെ കൂടെ അവർ നമുക്ക് എന്താ റിമോട്ടും തരും, അതായത് നമ്മുടെ ബോഡിൽ തന്നെ ഒരു IR സെൻസർ വെക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, ഒരു സോക്കറ്റ് അവർ ഇട്ടുണ്ട്, അതിൽ കുത്തി വെച്ചിട്ട് നമുക്ക് റിമോട്ട് വെച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാം. നമ്മൾ റിമോട്ടില്ല നമ്മുടെ കയ്യിൽ. അപ്പോൾ നമ്മൾ ഇതിൽ ഏതെങ്കിലും ഇഷ്ടമുള്ള മോഡൽ നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി. ഇപ്പോൾ വില കുറച്ച് നമ്മുടെ വിലയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇതെല്ലാം സെയിം സാധനം തന്നെ ഇരിക്കും. ഫ്രണ്ട്സ്, ഇതാണ് ഞങ്ങൾ വാങ്ങിയത്. ഇപ്പോൾ ഞാൻ എൻ്റെ ഓർഡർ ഹിസ്റ്ററിയിൽ നിന്ന് എടുത്തതാണ്, ഞങ്ങൾ വാങ്ങിയ സമയത്തുള്ളതാണ്. 1656 രൂപയിൽ നിന്ന് വാങ്ങിയത്. അന്ന് ഷിപ്പിംഗ് ചാർജ് ഏകദേശം ഒരു 200-300 രൂപയൊക്കെ ഷിപ്പിംഗ് ചാർജ് ഇങ്ങോട്ട് വരാനുള്ളൂ. മൊത്തം നമുക്കൊരു 2000 രൂപ അടുത്ത് നമുക്ക് ഈ ബോർഡ് കിട്ടും. ഇതാണ് ആ ബോർഡ് കണ്ടോ, ഇത് എൻ്റെ എന്താ പറയുക മോണിറ്ററിൻ്റെ പുറകിൽ കണക്ട് ചെയ്യണ പാനലാണിത്, ആ ഒരു കണക്ടറാണിത്. ഈ രീതിയിലാണ് കിട്ടും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ കണ്ടോ, ഇതിൽ DC ജാക്ക് ഉണ്ട്, അതെവിടെയാണ് നമ്മൾ 12 വോൾട്ട് 3 ആമ്പിയറിൻ്റെ അഡാപ്റ്റർ ഊത്തുന്നത്. പിന്നെ നമ്മുടെ HDMI കേബിൾ ഉണ്ട്, ഞങ്ങൾ HDMI കേബിൾ വെച്ചായിരിക്കും കണക്ട് ചെയ്യുന്നത്, കൂടുതൽ ക്ലാരിറ്റിക്കും കാര്യത്തിനും വേണ്ടി. പിന്നെ ഡിസ്പ്ലേ പോർട്ട് ഉണ്ട്, പിന്നെ അത് മാത്രമല്ല നമ്മുടെ VGA പോർട്ട് ഉണ്ട്. പിന്നെ നമുക്ക് ഓഡിയോ കണക്ട് ചെയ്യണം, അതായത് നമുക്ക് ഇതിൽ നമ്മുടെ ഹെഡ്സെറ്റ് കുത്തി കഴിഞ്ഞാൽ ഹെഡ്സെറ്റിൽ നമുക്ക് കേൾക്കാൻ പറ്റും, അതായത് ഓഡിയോ ജസ്റ്റ് ഔട്ട് എടുക്കാൻ പറ്റും. ഇതാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ അവരുടെ കണക്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, നമ്മുടെ മോണിറ്ററുകളിലൊക്കെ ഇപ്പോൾ ഈ ഡെസ്ക്ടോപ്പിൻ്റെ ഒക്കെ മോണിറ്ററുകൾ നമുക്ക് നമ്മുടെ മെനു ഓപ്ഷനൊക്കെ ഉണ്ടാകും, നമ്മുടെ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാൻ കാര്യങ്ങളും അതിന് വേണ്ടിയുള്ളതാണ് ഈ സാധനം. ഓട്ടോ കറക്ഷൻ അതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇതാണ് നമ്മുടെ മോണിറ്ററിൽ കണക്ട് ചെയ്യണ ആ ഒരു പ്ലഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു കണക്ടർ എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ നോക്കി അറിയാം ക്യാൻ ഓൺ ഡെലിവറി ടു ഇന്ത്യ എന്ന് പറയുന്നത്. കാരണം ഇപ്പോഴത്തെ സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് ചൈനയിൽ നിന്ന് ഇങ്ങോട്ട് ഡെലിവറി ഇല്ല. ഡെലിവറി ഇന്ത്യയിൽ തന്നെ കൊടുക്കുന്ന ഷിപ്പിംഗ് ചാർജ് കുഴപ്പമില്ല. നിങ്ങളിപ്പോൾ ഉണ്ടാക്കുന്നത് നമുക്ക് ലോക്കൽ ഇലക്ട്രോണിക് കടകളിൽ, അതായത് എറണാകുളം, അവിടെ ഞങ്ങളിവിടെയൊക്കെ എറണാകുളം ഇലക്ട്രോണിക്സ് കടകളിലൊക്കെ ഈ പാനൽ അവൈലബിൾ ആണ്. ലോക്കൽ മാർക്കറ്റുകളിൽ റെഡിലി അവൈലബിൾ ആണ്. ഏകദേശം ഈ റേറ്റിൽ തന്നെ നമുക്ക് സാധനങ്ങൾ കിട്ടും. ഇത് മാത്രമല്ല, AliExpressൽ മാത്രമല്ല, ആമസോണിൽ നമുക്ക് വാങ്ങും, eBay എന്നൊക്കെ നമുക്ക് ഈ സാധനം കിട്ടും. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് നമ്മുടെ ബിൽഡിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഞങ്ങൾ കാണിക്കാനുള്ളത് ഞങ്ങളുടെ ലാപ്ടോപ്പാണ്. ഞങ്ങളുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് ചീത്തയായി പോയൊരു ലാപ്ടോപ്പാണ്. അപ്പോൾ ലാപ്ടോപ്പ് ആദ്യം നമ്മൾ തുറന്നതിൻ്റെ ഇതൊക്കെ മദർ ബോർഡ് അടിച്ചു പോയി ഇതിൻ്റെ. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ വേറെ ഉപയോഗമൊന്നുമില്ല, അപ്പോൾ വേറെ ലാപ്പ് വാങ്ങി. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇത്രയും ഭാഗം വേണ്ട, അതെ നമ്മുടെ ഇതാണ് നമുക്ക് വേണ്ടത്. അതായത് നമ്മുടെ മോണിറ്റർ ഇരുന്ന അല്ലെങ്കിൽ ആ പാനലിൽ ഇരുന്ന ആ ഒരു കേസിംഗ് ആണ് ഇരുന്നത്. കാരണം നമ്മളിപ്പോൾ വേറെ സെപ്പറേറ്റ് ആയിട്ട് കേസിംഗ് ഒന്നും ഉണ്ടാക്കാൻ പോകില്ല. നിങ്ങൾക്ക് ഉണ്ടാക്കാം, നമ്മുടെ പ്ലൈവുഡോ MDF ബോർഡൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് കട്ട് ചെയ്തൊക്കെ ഷേപ്പ് ആക്കിയൊക്കെ ഉണ്ടാക്കാം. ഞങ്ങളിപ്പോൾ അത് ചെയ്യാനുള്ള കാരണം ഓൾറെഡി ഞങ്ങൾക്ക് ഇതിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതിന് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇത് വെച്ച് തന്നെ ഞങ്ങൾ ചെയ്യാണ്. പിന്നെ ഞങ്ങൾ അതിന് ശേഷം ഇത് ഇവിടെ വിനയിലൊക്കെ വെച്ച് കവർ ചെയ്യാനുള്ള പ്ലാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മുടെ പാനലിൽ ഇരുന്നിട്ട് അടച്ചു വയ്ക്കും. അപ്പോൾ ഒരു മോണിറ്റർ പോലെ തന്നെ നമുക്ക് കണ്ടാം, വേറെ പ്രശ്നമൊന്നുമില്ല. പക്ക കേസിംഗും ആയിരിക്കും. പിന്നെ പുറത്ത് നമുക്ക് വിനൽ ഷീറ്റ് എന്തെങ്കിലുമൊക്കെ വെച്ച് ഒട്ടിച്ച് കളഞ്ഞാൽ മതി. അപ്പോൾ ഒരു പക്ക ഒരു ഇൻഡസ്ട്രിയൽ ലെവലിൽ ഇറങ്ങിയൊരു പ്രൊഡക്റ്റ് പോലെ തന്നെ ഇരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ആ ബിൽഡിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് എന്താ ചെയ്യുന്നത്, ഞങ്ങൾ ഇത് ഫുൾ കേസിംഗ് ഒക്കെ ചെയ്യുന്നതിന് മുന്നേ ഞങ്ങൾ അത് വർക്ക് ചെയ്ത് കാണിക്കാം. നമുക്ക് എങ്ങനെയാണ് ഡ്രൈവർ ബോർഡ് കണക്ട് ചെയ്ത് ഇത് എവിടെ കണക്ട് ചെയ്താണ് നമുക്ക് ഇത് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ അറിയണ്ടേ. അപ്പോൾ നമുക്കത് ചെയ്തുതരാം. അതിനുള്ള കണക്ഷൻ്റെ മെത്തേഡാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്, എങ്ങനെ കണക്ട് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇത് നമ്മുടെ ബിൽഡിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ സ്ക്രീൻ അങ്ങോട്ട് എടുത്ത് മറച്ച് വയ്ക്കുക. എന്നിട്ട് നമ്മുടെ എല്ലാ സ്ക്രീനുകളുടെയും ഇവിടെ ഒരു കണക്ടർ ഉണ്ടോ. ഇപ്പോൾ ഓരോ ഡിസ്പ്ലേക്കും അല്ലെങ്കിൽ ഓരോ പാനലിനും ഓരോ ഡിഫറെൻറ്റ് കണക്ടേഴ്സ് ആയിരിക്കും. ഇവിടെ ഒരു കണക്ടർ ഉണ്ടോ, ഈ കണക്ടറാണ് ശരിക്കും നമ്മുടെ ലാപ്ടോപ്പിൻ്റെ മെയിൻ ബോർഡിലേക്ക് കണക്ട് ആവുന്നത്. സോ ഈ സോക്കറ്റിലായിരിക്കും നമ്മൾ നമ്മുടെ പുതിയ ഡ്രൈവർ ബോർഡ് വാങ്ങിയില്ല, ഡ്രൈവർ ബോർഡിൻ്റെ എന്താ പറയുക ആ ഒരു പിന്നെടുത്ത് നമ്മൾ കണക്ട് ചെയ്യണം ഇതിലായിരിക്കും. ഇത് വഴിയാണ് നമ്മൾ പിന്നെ ഇതിനെ ഡ്രൈവ് ചെയ്യുന്നത്. കാണിച്ചു തരാം അതെങ്ങനെയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കപ്പോൾ കണക്ട് ചെയ്യാനായിട്ട് നമ്മുടെ ഡ്രൈവർ ബോർഡ് എടുത്തേക്കാണ്. ഡ്രൈവർ ബോർഡിൻ്റെ ഈ പിൻ കണ്ടോ, ഈ പിന്നാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ മോണിറ്ററിലേക്ക് കണക്ട് ആവണ ഈ പിൻ എന്ന് വെച്ചാൽ ഇത് ഭയങ്കര ഡെലിക്കേറ്റ് പിന്നാണ്. അതായത് നമ്മൾ ഒരുപാട് പ്രഷർ കൊടുത്ത് ഇതായി കഴിഞ്ഞാൽ അതിൻ്റെ ഒടിഞ്ഞൊക്കെ പോകും. അതുകൊണ്ട് സൂക്ഷിച്ച് പതുക്കെ നമുക്ക് നമ്മുടെ മോണിറ്ററിൽ കണക്ട് ചെയ്യാം. ഓക്കെ, ലോക്കായിട്ട് പോലെ ഇങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ എന്താ പറയുക ഡ്രൈവർ ബോർഡിൽ നിന്ന് നമ്മുടെ മോണിറ്ററിലേക്ക് കണക്റ്റ് ആയി. ഇപ്പോൾ നമ്മൾ വേറെ കണക്ട് ചെയ്യാനില്ല. ശരിക്കും പറഞ്ഞാൽ ഈ കേബിളുകളൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ ഡ്രൈവർ ബോർഡ് വാങ്ങുമ്പോഴേ ഊരി വെച്ചിട്ടായിരിക്കും വന്നത്, അതായത് ഡിസ്കണക്റ്റഡ് ആയിട്ടായിരിക്കും വന്നത്. നിങ്ങൾ സൈറ്റിൽ നോക്കിയാൽ തന്നെ ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ സെല്ലർ എന്താ പറയുക ഇതെങ്ങനെ കണക്ട് ചെയ്യണമെന്ന് ഇട്ടുണ്ടാവും. ഇത്രേ ഉള്ളൂ നമ്മുടെ കണക്ഷൻ. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് നമ്മൾ പവർ സപ്ലൈ കൊടുക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ 12 വോൾട്ട് 3 ആമ്പിയറിൻ്റെ പവർ സപ്ലൈ കൊടുക്കണം. അതുപോലെ തന്നെ നമ്മളൊരു വേറൊരു ലാപ്ടോപ്പിൽ നിന്ന് നമ്മൾ കണക്ട് ചെയ്തിട്ട് HDMI കേബിൾ വഴി കണക്ട് ചെയ്ത് നമ്മൾ ഇത് വർക്ക് ചെയ്യണ്ടോ എന്ന് നോക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. നമ്മുടെ പവർ സപ്ലൈ 12 വോൾട്ട് 3 വോൾട്ടിൻ്റെ പവർ സപ്ലൈ നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ DC ജാക്ക് എടുക്കാം. DC ജാക്ക് എടുത്തിട്ട് നമ്മൾ കണക്ട് ചെയ്യാം. ഞങ്ങൾ ലൈറ്റ് ഇപ്പോൾ കുറച്ചിട്ടേക്കുന്നതിനാണെന്ന് വെച്ചാൽ ഞങ്ങളൊരു സാധനം കാണിച്ചു തരാം ഇതിൻ്റെ വർക്കിംഗ്. അപ്പോൾ നമ്മുടെ DC സോക്കറ്റിലേക്ക് നമ്മുടെ DC ജാക്ക് കണക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ നമ്മുടെ പവർ സപ്ലൈ കണക്ട് ചെയ്തിട്ട് 12 വോൾട്ടിൻ്റെ പവർ സപ്ലൈ കണക്ട് ചെയ്തിട്ട് നമുക്ക് ഇനി ഓൺ ആക്കി നോക്കാം.
ഓണാക്കി നോക്കുമ്പോൾ നിങ്ങൾ കണ്ടോ അതൊരു പച്ച LED കത്തിയിട്ടുണ്ട്. ഈ കണ്ടോ ഇപ്പോൾ ഒരു ബാക്ക് ലൈറ്റ് ഓൺ ആയതുണ്ടോ, അത് നിങ്ങൾക്ക് ഇപ്പോൾ ഒന്നുകൂടി കാണിച്ചു തരാം. കണ്ടോ ഇപ്പോൾ ഒരു ഓഫ് ആയതുണ്ടോ, അത് കാണിക്കാൻ വേണ്ടി ഞങ്ങളിപ്പോൾ ലൈറ്റ് ക്യാമറയിൽ ലൈറ്റ് കുറച്ചിട്ടേക്കണത്, അതായത് നമ്മുടെ മോണിറ്ററിൻ്റെ ബാക്ക് ലൈറ്റാണ് അത് ഓൺ ആവണത്. കണ്ടോ പച്ച കത്തി ഒരു ബാക്ക് ലൈറ്റ് ഓൺ ആയതുണ്ടോ. ഇപ്പോൾ ശരിക്കും ഡിസ്പ്ലേ അപ്പുറത്ത് വന്നിട്ടുണ്ട്, ഞങ്ങളിപ്പോൾ ഒന്ന് തിരിച്ച് വെച്ച് കാണിച്ചു തരാം അത്. അപ്പോൾ ഇത്രയും നമ്മുടെ സംഭവം ഓൺ ആയിട്ടുണ്ട്, നമ്മുടെ വർക്കിംഗ് ആണ്, മോണിറ്റർ ഡ്രൈവർ ബോർഡ് വെച്ച് വർക്ക് ചെയ്തു. ഇപ്പോൾ ആ ഒരു ലൈറ്റ് റെഡ് ലൈറ്റ് ആയ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിലേക്ക് ഇൻപുട്ടൊന്നും കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക നമ്മുടെ ലാപ്ടോപ്പിൽ നിന്നോ വേറെ ഇതിൽ നിന്ന് നമ്മളൊന്നും HDMI കേബിളോ വേറെ കേബിളോ വഴി ഇൻപുട്ട് കൊടുക്കാത്തതുകൊണ്ടാണ് ശരിക്കും ഒരു സ്റ്റാൻഡ് ബൈ മോഡ് പോലെ ആയി പോകണമാണ്. ആദ്യം പച്ച കത്തി കഴിഞ്ഞിട്ട് പിന്നെ റെഡ് കളറായി കത്തിപ്പോണത്. അപ്പോൾ നമുക്കൊന്ന് തിരിച്ചു വെക്കാം, ആദ്യം മോണിറ്റർ തിരിച്ചു വെച്ചിട്ട് ഞങ്ങൾ കാണിച്ചു തരാം ഡിസ്പ്ലേ വന്നേക്കണം കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ നമ്മുടെ ഡിസ്പ്ലേ തിരിച്ചു വെച്ചിട്ടുണ്ട്, ഇനി നമുക്ക് കാണിച്ചു തരാം, ഒന്നുകൂടി ഓണാക്കി നോക്കാം എങ്ങനെ വർക്ക് ചെയ്യണേ. അപ്പോൾ ഒരു പച്ച ലൈറ്റ് കത്തി നമ്മുടെ ഇപ്പോൾ ഡിസ്പ്ലേ വരും. കേട്ടോ അറ്റൻഷൻ നോ സിഗ്നൽ എന്ന്, അതായത് നമ്മളൊരു ഇൻപുട്ട് കൊടുക്കാത്തതുകൊണ്ട് നോ സിഗ്നൽ എന്ന് പറഞ്ഞ് കാണിച്ചേക്കാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മോണിറ്റർ. ഇപ്പോൾ മോണിറ്റർ ഓൾറെഡി ഓൺ ആണ്, അപ്പോൾ മോണിറ്റർ വർക്കിംഗ് ആണ്. ഇപ്പോൾ സ്റ്റാൻഡ് ബൈ മോഡിൽ പോയി, അവർക്ക് ഇൻപുട്ടൊന്നും കൊടുക്കാത്തതുകൊണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഞങ്ങളൊരു ലാപ്ടോപ്പിൽ നിന്ന് ഇതിലേക്ക് ഇൻപുട്ട് കൊടുത്തിട്ട് ലാപ്ടോപ്പിൻ്റെ സ്ക്രീൻ എക്സ്റ്റെൻഡ് ചെയ്യുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് ഞങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലാപ്ടോപ്പിൽ നിന്ന് HDMI കേബിൾ വഴി നമ്മൾ ഇതിൻ്റെ HDMI കണക്ട് ചെയ്യണം, അതായത് നമ്മുടെ മോണിറ്ററിൻ്റെ ഡ്രൈവർ ബോർഡിൽ HDMI കേബിൾ കണക്ട് ചെയ്യാൻ പോകണം. നമുക്ക് അത് ചെയ്ത് നോക്കാം. അതിനുശേഷം നമ്മുടെ മോണിറ്റർ നമുക്ക് ഓൺ ചെയ്യാം. അപ്പോൾ നമ്മൾ HDMI കേബിൾ വെച്ച് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ രണ്ടിലേക്കും, അതായത് ഇതിൽ നിന്ന് നമ്മുടെ സ്റ്റാൻഡേർഡ് HDMI കേബിൾ വഴി നമ്മൾ നമ്മുടെ എന്താ പറയുക പാനലിൻ്റെ ആ ഡ്രൈവർ ബോർഡിൽ HDMI കേബിളിലേക്ക് രണ്ടും സ്റ്റാൻഡേർഡ് കണക്ഷൻ തന്നെയാണ്, അതായത് സ്റ്റാൻഡേർഡ് HDMI സൈസ് തന്നെയാണ്, മൈക്രോ മിനി അങ്ങനെയൊന്നുമല്ല. അപ്പോൾ നമുക്ക് ഇത്രയും കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി പവർ സപ്ലൈയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്, നമുക്ക് ഇനി പവർ സപ്ലൈ ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്ത് ഇതിൻ്റെ മോണിറ്റർ എക്സ്റ്റെൻഡ് ആകും, കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ ഓൾറെഡി ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു 2 തവണ. സോ അതുകൊണ്ട് ഓൾറെഡി ഇതിൽ കുത്തിയതുകൊണ്ട് ഓൺ ആക്കുമ്പോൾ തന്നെ വരാൻ ചാൻസ് ഉണ്ട്. അല്ലാത്ത കേസിലാണെങ്കിൽ നമ്മൾ എന്താ പറയുക നമ്മൾ പ്രൊജക്ട് ചെയ്യില്ല, നമ്മൾ പ്രൊജക്റ്റിലേക്ക് കണക്ട് ചെയ്യാൻ വിൻഡോസ് P ഞെക്കിയിട്ട് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യണോ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണോ അങ്ങനെ മിറർ ചെയ്യുക അങ്ങനെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഓട്ടോമാറ്റിക്കായി ഡിസ്പ്ലേയിലേക്ക് വന്നോളൂ. ഡിസ്പ്ലേ വർക്കിംഗ് ആണെങ്കിൽ ഡിസ്പ്ലേയിലേക്ക് വന്നോളൂ. നമുക്ക് ഓൺ ചെയ്ത് നോക്കാം. നമ്മൾ ഡിസ്പ്ലേ ഓൺ ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഞങ്ങൾ ഓൺ ചെയ്തപ്പോൾ തന്നെ ഞങ്ങൾ ഓട്ടോമാറ്റിക്കലി ചെയ്തേക്കണോണ്ട് നേരത്തെ ചെയ്തേക്കണോണ്ട് ഡിസ്പ്ലേ കാണിക്കാം ഒറ്റ ഫ്രെയിം. ഇപ്പോൾ ഓൺ ചെയ്തേക്കണോണ്ട് അതെ നമ്മുടെ ഇതേ സെയിം സാധനം നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തേക്കണം. ഓക്കെ, അപ്പോൾ നമ്മളത് എക്സ്റ്റെൻഡ് ആയിട്ടുണ്ട്. നമ്മുടെ മോണിറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഇതിലേക്ക് എക്സ്റ്റെൻഡ് ആയിട്ടുണ്ട്. എക്സ്റ്റെൻഡ് എന്നുള്ള ഓപ്ഷനാണ് ഞങ്ങൾ കൊടുത്തത്. സോ അതായത് ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, നമ്മളിവിടെ മൗസ് പോയിന്റർ നിൽക്കുന്നത് നമ്മൾ ഇതിങ്ങനെ സൈഡിലേക്ക് ആയി കഴിഞ്ഞാൽ ഈ ഡിസ്പ്ലേ കഴിയുമ്പോൾ പിന്നെ വരുന്നത് ഈ ഡിസ്പ്ലേയിലാണ്. അപ്പോൾ ശരിക്കും വെച്ചാൽ നമ്മളിപ്പോൾ വർക്ക് ചെയ്യണവർക്ക് ഇപ്പോൾ IT ഫീൽഡ് അങ്ങനെ എന്തെങ്കിലും നമ്മുടെ രീതിയിൽ ഓർ എഡിറ്റിംഗ് കാര്യങ്ങൾ വർക്ക് ചെയ്യണവരാണെങ്കിൽ നമുക്ക് ഒറ്റ സ്ക്രീനുള്ളെങ്കിൽ ഒറ്റ സ്ക്രീനിൽ തന്നെ നമ്മുടെ ഫയൽസും നമ്മുടെ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ മാറി മാറി എടുക്കാമെന്ന് വെച്ചാൽ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യം തന്നെ. എന്ന് വെച്ചാൽ എഡിറ്റ് ചെയ്യണവർക്ക് അറിയാൻ പറ്റുമത്. അപ്പോൾ സോ അതിനുവേണ്ടി എപ്പോഴും ഒരു സെക്കൻഡറി മോണിറ്റർ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മൾ മിക്ക വലിയ എഡിറ്റിംഗ് ഇതിലായാലും ഒറ്റ മോണിറ്ററിലായിരിക്കില്ല അവർ, അതായത് സെക്കൻഡറി മോണിറ്റർ ഇതുപോലെ പറഞ്ഞാൽ അവർ ചെയ്തിട്ടുള്ളത് നമ്മുടെ സാധാ മോണിറ്റർ വാങ്ങാൻ കിട്ടുന്ന മോണിറ്ററാണ്, ഡിസ്പ്ലേ മോണിറ്റർ PC മോണിറ്റർ വെച്ചാണ് അവർ ചെയ്യുന്നത്. സോ അതിലേക്ക് അവർ ഫയൽ ചിലപ്പോൾ ഒരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ മെയിൻ ഇതിലിട്ടിട്ട് ഫയൽസ് ഒക്കെ എല്ലാം കിടക്കണം അതിലിടും. അപ്പോൾ അവർക്ക് അതിൽ കാണാം, പ്രിവ്യൂ ചെയ്യാം, എന്നിട്ട് വേണമെങ്കിൽ വലിച്ച് ഇവിടെ കൊണ്ടുവരാം. നമുക്ക് ഇങ്ങനെ എഡിറ്റിംഗ് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും. എഡിറ്റിംഗ് തന്നെ വേറെ എന്തെങ്കിലും ഫയൽസ് ഇപ്പോൾ ചെയ്യുന്ന ആൾക്കാർ, എന്തെങ്കിലും വർക്ക് ഡോക്യുമെന്റ്സ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ ഇതിന് റെഫറൻസ് ഒക്കെ ഫയൽസ് കിടപ്പണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് നേരെ കൊണ്ടുവന്നിട്ട് അവിടെ നോക്കിയിട്ട് നമുക്ക് ഇവിടെ മെയിൻ ഇതിൽ വർക്ക് ചെയ്യാം. അപ്പോൾ അതിന് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇനിയുള്ള പരിപാടി നമ്മൾ ഇതിനൊരു മോണിറ്റർ ആയിട്ടാണ് ഉണ്ടാകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഈ ബോർഡ് വെറുതെ കിടന്നാൽ പോരാ, നമ്മൾ പിടിപ്പിച്ച് വയ്ക്കണം. പിടിപ്പിച്ച് വയ്ക്കാൻ വേണ്ടി ഞങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ കേസിംഗ് ഉണ്ടല്ലോ, അതായത് ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ ലാപ്ടോപ്പിൻ്റെ തന്നെ മോണിറ്റർ പാനൽ ഇരുന്ന കേസിങ്ങിനാണ് ഞങ്ങൾ എടുക്കണമെന്ന് പറഞ്ഞു. അതിൻ്റെ പുറകിൽ ഞങ്ങൾ കുറച്ച് ഹോൾ ഇട്ടേക്കണം. അത് ഇതിനാന്ന് വെച്ചാൽ മറ്റേ വലിയ ഡ്രൈവർ ബോർഡില്ല, വലിയ ഡ്രൈവർ ബോർഡ് ഇവിടെ വരും ഇങ്ങനെ. അതിനുശേഷം അതിൻ്റെ താഴെയുള്ള നമ്മുടെ ഈ മെനു ഓപ്ഷൻസ് സെലക്ട് ചെയ്യാനുള്ള ബോർഡ് ഇവിടെ വരും, താഴെ വരും. പിന്നെ നമ്മുടെ അകത്താണുള്ള മോണിറ്റർ ഇരിക്കണം. അപ്പോൾ മോണിറ്ററിലേക്ക് കണക്ട് ചെയ്യണ ഈ ഭാഗം എന്ന് പറഞ്ഞാൽ ഈ വയർ എന്ന് പറയുന്നത് ഇതുവഴി കയറി ചെല്ലും. അപ്പോൾ ഞങ്ങൾ അതിന് ഓൾറെഡി ഹോൾ ഇട്ടു, മെഷർമെൻ്റ് ഒക്കെ എടുത്ത് ഹോളൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലായിരിക്കും നിങ്ങൾ വേറെ സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും വെക്കണം. ചിലപ്പോൾ അത് ഫുൾ അകത്ത് എൻ കേസ് ഒക്കെ ചെയ്തും വെക്കാം. ഞങ്ങളിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യണത്. നമുക്ക് എങ്ങനെ അതിൻ്റെ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ഈ ചെറിയ ഈ സെലക്ട് ചെയ്യാൻ പറ്റുന്ന ബോർഡുകളില്ലേ, നമ്മുടെ മെനു ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ പറ്റുന്ന ബോർഡാണ് നമ്മൾ പിടിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ അതെ നമ്മൾ അത് പിടിപ്പിച്ച് കഴിയുമ്പോൾ ശരിക്കും ഇതിങ്ങനെ ആയിരിക്കും വന്നത്. നമുക്ക് അത് പിടിപ്പിക്കാനായിട്ട് ഞങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഞങ്ങൾ സ്റ്റാൻഡ് ഓഫ്സ് ഉണ്ട്, അതായത് നമ്മളൊരു ബോർഡ് ഒരു സർഫസിൽ തൊട്ടിരിക്കാണ്ട് അങ്ങനെ ഒരു പൊങ്ങിയിരിക്കുന്ന രീതിയിലുള്ള അത് ചെയ്യാനുള്ള സാധനമാണ് സ്റ്റാൻഡ് ഓഫ്. ഇത് പ്ലാസ്റ്റിക് സ്റ്റാൻഡ് ഓഫ് ആണ്. ഞങ്ങളിത് ബാങ്കൂട്ടിൽ നിന്ന് വാങ്ങിയതാണിത്. 300 രൂപ കണ്ടാണ് ഈ പാക്കറ്റിൽ. നല്ല കുറേ ഉണ്ട്. ഇതിൻ്റെ സ്റ്റാൻഡ് ഓഫിൻ്റെ പല സൈസുകളുണ്ട്, അതിൻ്റെ സ്ക്രൂ ഉണ്ട്, നട്ട് ഉണ്ട്, എല്ലാം ഉണ്ട്. സോ നമുക്ക് ആദ്യം എങ്ങനെ സ്റ്റാൻഡ് ഓഫ് വെക്കണേ നോക്കാം. അപ്പോൾ ആദ്യം വെക്കാനായിട്ട്
ഒരു സ്ക്രൂവും ഒരു സ്റ്റാൻഡ് ഓഫ് ഞാൻ എടുത്തു. എന്നിട്ട് ഈ സ്ക്രൂ നമ്മുടെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മുകളിലത്തെ സ്റ്റാൻഡ് ഓഫ് ഇങ്ങനെ തിരിച്ച് കൊടുക്കാം. ഓവർ ടൈറ്റ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് സ്ക്രൂ ചെയ്ത് വെക്കാമെന്നുള്ള അവിടെ ഇരുന്നോളും, വേറെ പ്രശ്നമൊന്നുമില്ല. അതുപോലെ തന്നെ വേറെ ഒരെണ്ണം കൂടി ഇട്ടാം. അതുപോലെ സ്ക്രൂ ഇടാം. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡ് ഓഫ് റെഡി ആയിട്ടുണ്ടാകും. അപ്പോൾ അതായത് നമ്മുടെ സ്റ്റാൻഡ് ഓഫ് വെച്ചിട്ടുണ്ട്. എന്താ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്ലാസ്റ്റിക് സ്റ്റാൻഡ് ഓഫ് 2 എണ്ണം എടുത്തിട്ടുണ്ട്. അതെടുത്തിട്ട് നമ്മൾ അടിയിൽ നിന്ന് സ്ക്രൂ ഇട്ട് പിടിപ്പിച്ചേക്കണം. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ചുമ്മാ അതേ ബോർഡ് വെച്ച് നോക്കാം. ഈ ബോർഡുമ്പോൾ തന്നെ ബിൽറ്റിൻ ഹോളായിട്ടാണ് ഇത് വന്നത്. അപ്പോൾ ഞാൻ ഇരുന്നോളൂ. ഇനി ഇതിൻ്റെ മീതെ നമുക്ക് കുഞ്ഞ് 2 നട്ട് ഇട്ട് കൊടുത്താൽ മതി. ഈ പ്ലാസ്റ്റിക് നട്ട് തന്നെയാണ് ഞങ്ങൾ എടുക്കുന്നത്. ഇതിപ്പോൾ ഞങ്ങൾ ലൈക്ക് ബ്രാസിൻ്റെയോ അങ്ങനെ മെറ്റലിൻ്റെ നട്ടൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അത്രയ്ക്ക് അങ്ങനെ ഇരിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അത് പുറത്ത് പിടിച്ച് തന്നാൽ മതി. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് ഇനി പിടിപ്പിക്കാനുള്ളത് നമ്മുടെ വലിയ ബോർഡാണ്, മെയിൻ കൺട്രോളർ ബോർഡാണ് പിടിപ്പിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഞങ്ങളിവിടെ 4 ഹോൾ ഇട്ടേക്കുന്നത്. ഇതുപോലെ തന്നെ 4 സ്റ്റാൻഡ് ഓഫുകൾ അവിടെ പിടിപ്പിച്ച് നമ്മൾ ഇതൊന്ന് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കാൻ പോകണം. അപ്പോൾ ആ പരിപാടി ചെയ്യാം. അപ്പോൾ നമ്മൾ നമ്മുടെ സ്റ്റാൻഡ് ഓഫ് പിടിപ്പിച്ചു 4 എണ്ണം. ഇനി ഇതിലേക്ക് നമ്മുടെ മെയിൻ ബോർഡ് പിടിപ്പിക്കാം. നമ്മുടെ മെയിൻ ബോർഡ് പിടിച്ചു. അപ്പോൾ നമ്മൾ ശരിക്കും അപ്പോൾ ഈ സൈഡിൽ നിന്ന് HDMI കേബിളൊക്കെ കൊടുക്കണ പോലെ ആ ഒരു ഇതിന് വേണ്ടി കിട്ടാൻ വേണ്ടിയാണ് ഞങ്ങൾ ചെയ്തേക്കുന്നത്. അകത്തേക്ക് വെക്കണമെങ്കിലും അത് പുറത്തേക്ക് ഇരിക്കണമൊക്കെ നല്ലത്. ഇനി നമുക്ക് ഈ 4 സ്ഥലത്ത് നമുക്ക് നട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പരിപാടി കഴിക്കും. അപ്പോൾ അനുസരിച്ച് നമ്മൾ 2 ബോർഡും പിടിപ്പിച്ചു. അപ്പോൾ ഇതാണ് സെറ്റപ്പ്. ടോട്ടലി ഇത്രേ ഉള്ളൂ. ഇപ്പോൾ ഇതിൽ വയർ കണക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇത്രയും വരെ ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് കണക്ട് ചെയ്യാനുള്ളതാണ്. കണക്ട് ചെയ്ത് മോണിറ്ററും വെക്കുക, കേസും കൂടി സ്ക്രൂ ഇട്ട് അടച്ച് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. നമ്മുടെ മോണിറ്റർ റെഡി. നമുക്ക് അതിലേക്ക് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ വയർ കണക്ട് ചെയ്തു. കുറച്ച് കേബിൾ മാനേജ്മെൻറ്റ് പരിപാടിയൊക്കെ ഉണ്ടോ എന്ന് ഒട്ടിക്ക് അത് ശരിയാക്കണം. അപ്പോൾ തൽക്കാലത്തേക്ക് ഇപ്പോൾ ഇത്രയും വരെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതാണ് നമ്മുടെ മോണിറ്ററിലേക്ക് കണക്ട് ചെയ്യുന്ന കേബിൾ. മോണിറ്ററിലേക്ക് കണക്ട് ചെയ്യുന്ന കേബിൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൂക്ഷിച്ച് കണക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ മോണിറ്റർ ഏതാണോ അതിലേക്ക് കണക്ട് ചെയ്യണം. ചിലപ്പോൾ ലോക്കൊക്കെ ഉണ്ടാവും ഇതിനങ്ങനെ ലോക്കില്ല. ഭയങ്കര ചെറിയൊരു കണക്ടറാണ് ഇവിടെ വെച്ചേക്കുന്നത്. ഞങ്ങൾ ഇത്രയും കണക്ട് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ ഇത് തിരിച്ച് വളച്ച് വെക്കുമ്പോൾ അധികം മൂവ്മെൻറ്റ് ഉണ്ടായത് വലിഞ്ഞ് പോരാണ്ടിരിക്കാൻ ഞങ്ങൾ ഇവിടെ ഒരു എന്തെങ്കിലും ടേപ്പ് എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് ചെയ്യാണ്. നമുക്ക് അത് കഴിഞ്ഞിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ വയർ കണക്ട് ചെയ്തു. അപ്പോൾ ഞങ്ങൾ ഒന്ന് പക്ക സേഫ് ആയിരിക്കാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് അത്യാവശ്യം നല്ലോണം ടേപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. മാസ്കിൻ ടേപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗ്ലൂ ഗൺ ഈ അറ്റത്തെ ജോയിൻ്റ്, അതായത് ഇവിടെ നിന്നാണ് പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. അപ്പോൾ ആ ഭാഗം ഒന്ന് അനങ്ങാണ്ടിരിക്കാൻ വേണ്ടി നല്ലോണം ഗ്ലൂ ഗൺ ഇട്ടൊന്ന് ഒട്ടിച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെ കുറച്ച് ടേപ്പൊക്കെ വെച്ചൊന്ന് പക്കയായിട്ട് ഇരിക്കാൻ വേണ്ടി. എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ഇത്രയും ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ലൈക്ക് നമ്മുടെ മിക്കവരുടെ മോഡലിൽ പല മോഡലുകളും പല ഇതായിരിക്കും. എന്ന് വെച്ചാൽ കേബിൾ കയറ്റിയിട്ട് ചിലപ്പോൾ ലോക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ പിന്നെ എങ്ങനെ വന്നാലും വലിച്ചാലും അങ്ങനെ ഒരു പോരില്ല. അപ്പോൾ സോ എനിക്കങ്ങനെ ലോക്കില്ല, ജസ്റ്റ് കയറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. ചെറിയൊരു ലോക്കുള്ളൂ, പക്ഷെ ഒന്ന് വലിച്ചത് പോരും. സോ അതുകൊണ്ടാണ് ഇത്രയും ചെയ്ത് വെച്ചേക്കുന്നത്. പക്കയായിട്ട് ഇതായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി ഇത് അടയ്ക്കാം. അപ്പോൾ കുറച്ച് വയറുകൾ ഇതിൽ കൂടെ ഇങ്ങനെ പുറത്തേക്ക് അടക്കും. എന്നാലും കുഴപ്പമില്ല, നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. കണ്ടോ, ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ പക്കയായിട്ട് എത്തിരുന്നോളൂ. അപ്പോൾ നമുക്ക് വെച്ചതിൻ്റെ ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇത്രയും വെച്ച് കഴിഞ്ഞിട്ട് വർക്കിംഗ് ആണോ അറിയട്ടെ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി പവർ സപ്ലൈ കുത്തിയിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് കുത്തിയിട്ടുണ്ട്. ബോർഡിലേക്ക് നമുക്ക് പവർ സപ്ലൈ ഓൺ ചെയ്യാം. സപ്ലൈ വന്നു. അപ്പോൾ ഇത്രയും ഭാഗം ശരിയാണ്. പിന്നെ അത് അടച്ചാൽ മതി. അടച്ചാൽ നമ്മുടെ ഒരു എക്സ്റ്റേണൽ മോണിറ്റർ റെഡിയായി. അപ്പോൾ നമ്മുടെ ബിൽഡ് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ മോണിറ്റർ നല്ലോണം കേസൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വിനൽ ഷീറ്റ് ഒട്ടിക്കാൻ പറ്റിയില്ല, കാരണം പ്രൊഡക്റ്റ് അവൈലബിൾ വിനൽ ഷീറ്റ് ഉള്ളത് തികഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഒട്ടിക്കാഞ്ഞത്. തൽക്കാലം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇനി ഭാവിയിൽ വന്ന ഏതെങ്കിലും ഒരു ഇതിൽ ഞങ്ങൾ കാണിക്കണമായിരിക്കും. ഈ മോണിറ്റർ കാണിക്കുന്നുണ്ട്, ഞങ്ങൾ അങ്ങനെ ഒന്നും കാണിക്കേണ്ട ആവശ്യമുണ്ട്. സോ അപ്പോൾ ഞങ്ങളെല്ലാം പക്കയാക്കി ചെയ്ത് കാണിച്ചു തരാം. ഇത് ഓൾറെഡി കണക്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇനി HDMI കേബിളും വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ സപ്ലൈയും കൊടുത്തിട്ടുണ്ട്. സപ്ലൈ ഓൺ ആക്കി നമുക്ക് നോക്കാം സ്റ്റിൽ വർക്ക് ചെയ്യണ്ടോ എന്ന്, കണക്റ്റ് ആയോ നമുക്ക് നോക്കാം. കണ്ടോ,
അപ്പോൾ അതായത് നമ്മൾ ഓൾറെഡി നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് ഓൺ ചെയ്ത വഴി ഡിറ്റക്ട് ചെയ്തു. അപ്പോൾ ഈ ഒരു ഡിസ്പ്ലേയുടെ എക്സ്റ്റൻഷനാണ് ഇപ്പോൾ ഈ വീഡിയോ ഡിസ്പ്ലേ. സൂക്ഷ്മമൊക്കെ കാണാൻ പറ്റും. ഞങ്ങൾ ഈ മൂവ് ചെയ്യുന്ന മൗസ് പോയിൻ്റർ ഇപ്പുറത്തേക്ക് വരുമ്പോൾ പകുതി എത്തി കഴിഞ്ഞപ്പോൾ വേണ്ട ഇവിടെ ഈ മൗസ് പോയിൻ്റർ. നമുക്ക് ഇതിലൊരു ഫയൽ ഓപ്പൺ ചെയ്ത് നോക്കാം. ഞങ്ങൾ ദിസ് PC ഇവിടെ ഓൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ വലിച്ചുകൊണ്ടുപോയി അവിടെ ഇടാം. അപ്പോൾ നമുക്ക് അവിടെ വർക്ക് ചെയ്യാൻ പറ്റും. ഞങ്ങളൊരു ഫയൽ ഓപ്പൺ ചെയ്യാം. അറ്റ് എ ടൈം നമുക്ക് ഇവിടെയും വർക്ക് ചെയ്യാം, ഈ മോണിറ്ററിലും വർക്ക് ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഇവിടെ വേണമെങ്കിൽ എന്താ പറയുക വേറെ ഏതെങ്കിലും നമുക്ക് ഫയൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ടോറന്റ് ഫയൽ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇത് വർക്ക് ചെയ്യാം, മറ്റേ നമുക്ക് അവിടേക്ക് ചെയ്യാം. ഇതാണ് നമ്മുടെ പരിപാടി എന്ന് പറയുന്നത്. ഞങ്ങൾ മെയിൻലി ഇത് ഉപയോഗിക്കാൻ പോകുന്നത് ഇതിന് വേണ്ടി തന്നെ ഇരിക്കും, അതായത് മോണിറ്റർ എക്സ്റ്റൻഷൻ. കാരണം ഞങ്ങൾക്ക് ഇപ്പോൾ വർക്ക് എഡിറ്റുകളൊക്കെ വരുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു സ്ക്രീനിൽ ഇപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഫയൽസ്, അതായത് റോ ഫുട്ടേജസ് ഞങ്ങൾ ചെയ്യാൻ പോണ എഡിറ്റ് ചെയ്യാൻ പോണ ഫയൽസ് ഇവിടെ കിടപ്പുണ്ട്. ഇപ്പോഴത്തെ ഫയൽ നമ്മുടെ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും വേഗം നോക്കി അത് കുറച്ച് പ്ലേ ചെയ്ത് നോക്കി എവിടെ കട്ട് ചെയ്യേണ്ടതെന്ന് നോക്കി അങ്ങനെയൊക്കെ ചെയ്യാൻ കുറച്ച് ഹെൽപ്ഫുള്ളാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതുപോലെ ഡോക്യുമെൻറ്റ് പ്രിപ്പറേഷൻ്റെ ഇതിലാണെങ്കിൽ എന്തെങ്കിലും ഡോക്യുമെൻറ്റ് പ്രിപ്പയർ ചെയ്യാണെങ്കിൽ നമുക്ക് വേണ്ട ഫയൽ അവിടെ കിടക്കണം, അത് നോക്കി ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കിപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളുടെയൊക്കെ കാലം ഇപ്പോൾ എന്താ പറയുക കുറച്ച് ആൾ മുന്നേ വരെ എൻ്റെ ചേച്ചി ഈ മോണിറ്റർ ഞങ്ങൾ ശരിയാക്കുന്നതിന് മുന്നേ അവർ കണക്ഷനൊക്കെ കൊടുത്ത് വെച്ച് തന്നെ എന്താ പറയുക ചേച്ചിക്ക് പഠിപ്പിക്കാനുള്ളൊരു PDF ഫയൽ ഇപ്പുറത്തെ സൈഡിൽ മോണിറ്ററിൻ്റെ വായിച്ചുകൊണ്ടിരിക്കും, അപ്പുറത്തെ സൈഡിൽ ഓൺലൈൻ ക്ലാസ്സിൽ സ്റ്റുഡൻസിനെ കണ്ടുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. സോ അങ്ങനത്തെ ഒരു ഉപയോഗമുണ്ട്. പിന്നെ ഗെയിമേഴ്സ് ഞാൻ പറഞ്ഞ പോലെ ഗെയിമിൽ നമുക്ക് ഗെയിമേഴ്സ് ആണെങ്കിൽ നമുക്ക് എന്താ പറയുക ഈ സ്ക്രീൻ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് കുറച്ചുകൂടി ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഈ നടുക്ക് ഭാഗത്ത് ബ്ലാക്ക് ഇതുണ്ടാവുള്ളൂ, പക്ഷേ ഒരു ഒറ്റ സ്ക്രീൻ പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഞാനതൊരു ഇമേജ് വെച്ച് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ് കണ്ടോ ഡ്യുവൽ മോണിറ്ററിൻ്റെ വേറൊരു ഗുണമാണ് നമ്മൾ ലൈക്ക് അൾട്രാ വൈഡ് വാൾപേപ്പേഴ്സ് നമുക്ക് കിട്ടും. നമുക്ക് ഗൂഗിളിൽ നമ്മുടെ ടോട്ടൽ റെസൊല്യൂഷൻ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ടൈപ്പിലുള്ള വാൾപേപ്പേഴ്സ് ഇട്ട് നമ്മുടെ സ്ക്രീൻ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ടൈം ഉണ്ട്. ഇതിപ്പോൾ നടുക്ക് ഗ്യാപ്പ് വന്നുകൊണ്ട് കുറച്ചും കൂടി ചേർന്ന് ഒന്നും കൂടി ഒരു എഫക്റ്റ് ആയിരിക്കും. അപ്പോൾ കണ്ടോ അയൺമാൻ്റെ ആ ഒരു ഫുൾ ലൈക്ക് അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിലെ ലാസ്റ്റ് സീനിലെ ഒരു ഇത് ഫുൾ വാൾപേപ്പർ ആയിട്ട് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത ആഴ്ച ഞാൻ അവർക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഈ വീഡിയോയുടെ അല്ലെങ്കിൽ ഈ മോണിറ്ററിൻ്റെ മറ്റൊരു ഫർദർ മോഡിഫിക്കേഷൻ ആയിട്ട് ഒരു സാധനം ഞങ്ങൾ ചെയ്യേണ്ടത്, ഞങ്ങൾ ബിൽഡ് ചെയ്യേണ്ടത്. അപ്പോൾ കമ്പോണൻസ് ഒന്നും കിട്ടണില്ല, അതുകൊണ്ടാണ് ഡിലേ ആക്കുന്നത്. അതിൽ ഞങ്ങൾ ചെയ്യുമ്പോൾ ഈ മോണിറ്ററിൻ്റെ ഫർദർ മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു വെർഷൻ ഞങ്ങൾ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഞങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയുമല്ലോ, ലൈക്ക് അടിക്കുക, പിന്നെ അതുപോലെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, പിന്നെ ഈ ബെല്ലൈക്കണിൽ ടിങ് അടിക്കുക. അതാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ്. ഓക്കെ, അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. Thank you.